ഇനി മുട്ടക്കറി ഉണ്ടാക്കാൻ ഉള്ളി വഴറ്റി വെറുതെ സമയം കളയേണ്ട നല്ല അടിപൊളി ഒരു മുട്ടക്കറി കുക്കറിൽ ഉണ്ടാക്കി എടുക്കാവേ. അതിനായിട്ട് ഞാനൊരു 3 സവോള കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. കൂടെ ഒരു മീഡിയം സൈസിലെ തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 1/2 ടീസ്പൂൺ കുരുമുളകും, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണേ. ഇനി ഇതാ കുക്കർ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇനി നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും, ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. അതിലേക്ക് ഇനി 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയി കിട്ടും. അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി. കുക്കർ അങ്ങോട്ട് തുറക്കുമ്പോഴേ നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങും കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നും തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി കുക്കർ മുട്ടക്കറി ഇവിടെ റെഡി ആയി കിട്ടും. എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ ഇത്.